ഹായ് എവരി വൺ, ദിസ് ഇസ് അഡ്വക്കേറ്റ് അമീർ ഷാ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫാമിലി ഡിസ്പ്യൂട്ട്സ് ഇൻ കോർട്ട്. ഫാമിലി കോടതികളിൽ വരുന്ന കുടുംബ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിൽ ഫാമിലി ഡിസ്പ്യൂട്ട് കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 എന്താ പറയുക 20-30 വർഷം മുമ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഫാമിലി കേസുകൾ കോടതിയിൽ ഇന്ന് ഉള്ള അത്രയല്ല. ഇന്ന് ഏകദേശം 1,00,000-ലേറെ കേസുകൾ, ഫാമിലി കേസുകൾ കേരളത്തിലെ കോടതികളിൽ, ഫാമിലി കോടതികളിൽ കെട്ടിക്കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച അത്ര വേഗത്തിൽ അതിന് തീരുമാനം കിട്ടുമെന്ന് ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് ഒരു കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരം എനിക്ക് കോടതി വഴിക്ക് തന്നെ വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കുകയാണെങ്കിൽ കോടതിയുടെ സമയം, കോടതിയുടെ പരിഗണന, കോടതിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയ ശേഷം മാത്രമേ നിങ്ങൾക്ക് പലപ്പോഴും അതിന് ഒരു നീതിയിലേക്ക് എത്താനും നീതിയുടെ തീരുമാനം കൈക്കൊള്ളാനും കഴിയുകയുള്ളൂ. കാരണം കോടതിക്കുള്ളത് പ്രൊസീജിയേഴ്സാണ്. ഇനി നിങ്ങൾ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കോടതി നിങ്ങൾ ചെന്ന അതേ ദിവസം തന്നെ ഒരിക്കലും ആ കോടതി നിങ്ങളുടെ ഹിയറിംഗ് എടുക്കുന്നില്ല. അതിനു മുമ്പ് ധാരാളം കൗൺസിലിംഗ് ആൻഡ് മീഡിയേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയ ശേഷം മാത്രമാണ് നിങ്ങളുടെ കേസ് ഇൻസൈഡ് ദ കോർട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഫാമിലി മാറ്റേഴ്സ് ആണ് നിങ്ങൾ ഫയൽ ചെയ്യുന്നത് എങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മീഡിയേഷൻ ആൻഡ് കൗൺസിലിംഗ് പ്രോസസ്സാണ്. മീഡിയേഷൻ, ഇപ്പം നമ്മളൊക്കെ കോടതികളിൽ ധാരാളം കേസുകൾ നമ്മൾ ഫാമിലി കോടതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും പല കേസുകളും മീഡിയേഷൻ്റെ തീരുമാനം ആവാതെ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം കുട്ടീനെ വിട്ടുകൊടുക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ കുട്ടിയെ അച്ഛന് ഏതാനും ദിവസങ്ങളിലേക്ക് കാണാൻ കൊടുക്കുന്ന അവസ്ഥ, അതല്ലെങ്കിൽ അമ്മയുടെ എന്തെങ്കിലും അസുഖം കാരണം കുട്ടിയെ അച്ഛൻ അതിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി കോടതിയിൽ ആവശ്യപ്പെടുന്നു. പലപ്പോഴും ഒരു ഭാര്യയും ഭർത്താവുമാണ് ഈ കോടതിയിൽ വരുന്ന കക്ഷികളെങ്കിൽ പോലും അതിന് പിന്നിൽ, ഈ രണ്ട് കക്ഷികളുടെയും പിന്നിൽ അവരുടെ ഫാമിലികൾ ഒരു വലിയ റോള് വഹിക്കുകയും അതിനെ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത രൂപത്തിൽ അതിനെ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് നമുക്കൊരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയില്ല, അത് ഇങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് കോടതിയിൽ വന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കോടതി എന്ന് പറയുന്നത് ഈ കക്ഷികളെ എല്ലാം മുന്നിൽ നിർത്തിയല്ല പലപ്പോഴും കോടതിയിലെ ഇടപെടലുകൾ നടക്കുന്നതും. കോടതിയിൽ വരുന്നത് അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന ഒരു മാറ്ററാണ്. അതിൽ മറ്റുള്ള ആളുകൾ എന്താണ് എന്ന് ഒരിക്കലും കോടതി നോക്കുന്നില്ല. യെസ്, കോടതിക്ക് പോകുമ്പോൾ അച്ഛന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അച്ഛൻ്റെ പിന്നിൽ ആരുണ്ട് എന്ന് നമ്മൾ ചോദ്യം വരുന്നുണ്ട്, അവരുമായി സംസാരിക്കാൻ അവസരം ഉണ്ടാവാറുണ്ട്. പക്ഷെ പ്രൈമറി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ കോടതിയിൽ വരുന്ന ആണും പെണ്ണും അവർക്കുള്ള കുട്ടികളുമാണ് കോടതിയുടെ ചിത്രത്തിലുള്ളത്. ഇനി കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും 2, 3, 4 വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഓരോ കേസും വിധി പറയുന്നത്. അപ്പോൾ ഇതേ വർഷം നമുക്ക് നല്ല കോടതിയും നിയമങ്ങളും എല്ലാം പരിചയമുള്ള ഒരു വക്കീലിനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, അത് നല്ല രൂപത്തിൽ കൗൺസിലിംഗ് ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വക്കീലിനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും കോടതിയിലേക്ക് ഫയൽ പോവാതെ നമുക്കൊരു വക്കീലിൻ്റെ ഓഫീസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. ഇതിൽ നമ്മളൊക്കെ ചെയ്യുന്നത്, നമ്മൾ ആസ് എ ലോയർ, ഞാൻ ഒരു ലോയറാണ്, ഒരു സൈക്കോളജിസ്റ്റാണ്, MSc ആൻഡ് MSW കഴിഞ്ഞ സൈക്കോളജിസ്റ്റാണ്.
അതുപോലെ തന്നെ BA LLB ആൻഡ് LLM കഴിഞ്ഞ ഒരു ലോയർ കൂടിയാണ്. നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് വരുന്ന കേസുകൾ, നമ്മളൊരു പ്രൈമറി ഗോൾ എന്നത് ഈ ആളുകളുടെ കേസ് കോടതിയിലേക്ക് എടുക്കുന്നതിന് പകരം നമ്മുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് അവരുമായി സംസാരിച്ച് അതിലെ പ്രശ്നങ്ങളെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ആ വ്യക്തികളെ നമ്മൾ വീണ്ടും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇത് എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഒരു കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു വലിയ ഫീസോ അല്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് വാങ്ങാൻ കഴിയില്ല. കാരണം സാധാരണ ജനങ്ങളാണ് വരുന്നത്. അവരുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്കറിയാം. അവരുടെ ഇൻകം സോഴ്സ് നമുക്കറിയാം. സോ ഈ വക്കീല് കോടതിയിലേക്ക് നടക്കണം. അതുപോലെ തന്നെ വക്കീലിൻ്റെ കൂടെ ഈ കക്ഷികളും ദിവസവും കോടതിയിലേക്ക് പോകണം. ആ ഉച്ചവരെ അല്ലെങ്കിൽ 3 മണി വരെ കോടതിയിൽ നമ്മൾ സമയം ചെലവഴിക്കണം. അപ്പോൾ അതിന് വരുന്ന ഒരു ടോട്ടൽ സമയത്തിൻ്റെ വിലയിൽ ഇവരുടെ ജോലി പലപ്പോഴും തടയപ്പെടുന്നു. ഇവർക്ക് ജോലിക്ക് പോകാൻ പാടില്ല. അതുപോലെ തന്നെ പലപ്പോഴും അവരുടെ പല പ്രോഗ്രാംസും നമ്മൾ മാറ്റിവെക്കേണ്ടി വരുന്നു. നാളെ കോടതിയുണ്ട് ഇതെല്ലാം പറയുമ്പോൾ ഇതൊക്കെ നമ്മളുടെ മുന്നിൽ നമ്മൾ കാണാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടും വില കൊടുക്കാതെ പോകുന്ന വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിലേക്കൊന്നും പോവാതെ തന്നെ പലപ്പോഴും നമുക്ക് കേസുകൾ ഒരു വക്കീലിൻ്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സംസാരിക്കാനും പരിഹരിക്കാനും പറ്റും. പലപ്പോഴും ഒരു നല്ല ചർച്ചയാണ് ആവശ്യം. അല്ലാതെ കോടതിയുടെ ഇടപെടലുകളോ അല്ലെങ്കിൽ ഒരു വക്കീലിൻ്റെ വാദങ്ങളോ ഇതിനൊന്നും വലിയ പ്രസക്തി ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായും ആ മാറ്ററിനെ നമുക്ക് കോടതിയിലേക്ക് എടുക്കണം. വലിയ വലിയ രൂപത്തിൽ അപകടകരമായ പ്രശ്നങ്ങളിലേക്കാണ് ആ കുടുംബം പോകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടം അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ, നമുക്ക് തീർച്ചയായും ഒരു കോടതിയുടെ പരിഗണന നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതേ അവസരത്തിൽ കോടതിയിലേക്ക് പോവാതെ തന്നെ വലിയ പരിക്കില്ലാത്ത രൂപത്തിൽ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞാൽ, അച്ഛനും അമ്മക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവരുടെ ജോലിയും മറ്റും നമുക്ക് കൂടുതൽ നല്ല രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് അവർക്കൊരു ഫാമിലിയായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ, അതൊരു നല്ല അവസരമാണ് ഈ മീഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ ഓഫീസിൽ വന്ന പല കേസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ വരുമ്പോൾ വലിയ വിഷയമാണ്. പക്ഷേ നമ്മൾ 2-3 മണിക്കൂർ ഇരുന്ന് സംസാരിച്ച ശേഷം അവരുടെ ഒരു തീരുമാനം എടുക്കാൻ അവരോട് പറയുമ്പോൾ പലപ്പോഴും അവർ ഒന്നിച്ചു പോകുന്നതും ഒന്നാവുന്നതും അതുപോലെ തന്നെ തിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി പോകുന്നതും, പിന്നെ അവർ നമ്മൾ കാണുന്നത് നമ്മുടെ ഓഫീസിലേക്ക് വന്നുകൊണ്ട് നമ്മളുമായി ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുന്നു, ഭക്ഷണം കുടിക്കുന്നു. ദേ ആർ എ ഫ്രണ്ട് ഓഫ് മീ. നെക്സ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ധാരാളം മോട്ടിവേറ്റഡ് വിഷയങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ നമ്മുടെ ഓഫീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കഥകൾ കേൾക്കുമ്പോൾ, അവരുടെ നഷ്ടങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ, ഒരു കോടതിയുടെ ഉത്തരവിലൂടെയാണ് എനിക്ക് ഇതിൽ തീരുമാനമെടുക്കാൻ പറ്റുക എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി ഐ വിൽ ബി ടേക്കിംഗ് ദാറ്റ് മാറ്റർ ടു ദി അറ്റൻഷൻ ഓഫ് കോർട്ട്. നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ലീഗൽ ഓഫീസ് വേറെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കൗൺസിലിംഗ് ഓഫീസ് വേറെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും കൂടുതൽ എൻ്റെ സമയം ഞാൻ ചെലവഴിക്കുന്നത് കൂടുതലും കൗൺസിലിംഗ് ഏരിയയിലാണ്. അതുപോലെ തന്നെ കോടതി മാറ്റേഴ്സും ഡേ ടു ഡേ നമ്മൾ ഹാജരാവേണ്ട വിഷയങ്ങൾ നമ്മൾ കോടതിയിൽ പോയി ഹാജരാവുന്നുണ്ട്. നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സമയം, നിങ്ങളുടെ ധനം, സമ്പാദ്യമെല്ലാം കുറേ കോടതിയിലേക്ക് നടന്ന് ചെലവഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു റിസോഴ്സാണ്. യു ക്യാൻ ആൾവേസ് കംസ് ടു മൈ ഓഫീസ് ആൻഡ് വി ക്യാൻ സിറ്റ് ടുഗദർ ഡിസ്കസ് ദ മാറ്റർ വിത്ത് ഓപ്പൺ മൈൻഡ്. നല്ല തുറന്ന മനസ്സോടുകൂടി എന്താണ് പ്രശ്നമെന്നും, വ്യക്തികളല്ല പ്രശ്നമാണ് പ്രശ്നമെന്ന് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ആ പ്രശ്നത്തെ ഞാനും നിങ്ങളും ചേർന്നിരുന്നു കൊണ്ട് പരിഹരിച്ചു കഴിഞ്ഞാൽ then there is no issue. സോ ഈ വീഡിയോ കാണുന്ന ആളുകൾ, നിങ്ങൾക്ക് ഓൺലൈൻ വേണമെങ്കിലും ഞാനുമായി സംസാരിക്കാം. അതല്ല നിങ്ങൾക്ക് ഓഫ്ലൈൻ വേണം, നിങ്ങൾക്ക് 1-2 സിറ്റിംഗ് നിങ്ങൾക്ക് ഞാനുമായി ഇരുന്ന് സംസാരിക്കണമെങ്കിൽ യു ക്യാൻ ആൾവേസ് ബുക്ക് എ സ്ലോട്ട് ആൻഡ് വി ക്യാൻ ഡിസ്കസ് ദ മാറ്റേഴ്സ്. കാരണം എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തുടങ്ങിയ ആളുകളാണ്, അതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളുകളാണ്. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ
ആ ഡിസ്പ്യൂട്ടിനെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അതോടൊപ്പം നിങ്ങളുടെ പഴയ ജീവിതം നിങ്ങളുടെ കൈകളിലേക്ക് തന്നുകൊണ്ട് നിങ്ങളെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ മഞ്ചേരി നെറുകരയാണ് പ്രവർത്തിക്കുന്നത്. ഈ സെൻറ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ മഞ്ചേരി നെറുകര നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും കൗൺസിലിംഗ് സേവനങ്ങളും അതുപോലെ എല്ലാ തരം കൗൺസിലിംഗ് സർവീസസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഒരു കുടുംബം എന്ന നിലക്ക് അതല്ലെങ്കിൽ പലപ്പോഴും പല ആളുകളും ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. സോ അവർക്ക് പ്രിവെൻഷൻ സിസ്റ്റം നമ്മൾ കൊടുക്കുന്നുണ്ട്. യു ക്യാൻ ഗെറ്റ് റിക്കവറി ഫ്രം ദ ഡ്രഗ്സ്. അതുപോലെ തന്നെ ചൈൽഡ് എഡ്യൂക്കേഷൻ, അതുപോലെ എംപ്ലോയി അസിസ്റ്റൻസ്, അങ്ങനെ ധാരാളം കൗൺസിലിംഗ്, ബിഹേവിയറൽ സൈക്കോളജി, ഇതെല്ലാം നമ്മൾ നൽകുന്നുണ്ട്. സോ എവിടെയാണ് നിങ്ങൾക്ക് കറക്ഷൻ വേണ്ടത് ആ ഒരു കറക്ഷൻ മെത്തേഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നിയമത്തിൻ്റെ വശത്തിൽ നിന്നുകൊണ്ടും ഒരു ലോയർ ആൻഡ് സൈക്കോളജിസ്റ്റ് എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ ഫാമിലി കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് വരാം, ബുക്ക് ചെയ്യാം. ഒട്ടുമിക്ക ദിവസങ്ങളിലും ഫ്രം 4 to 8 ഐ ആം അവൈലബിൾ ഇൻ മൈ ഓഫീസ്. ഈവനിങ്ങിലാണ് എന്നതുകൊണ്ട് എനിക്കും നിങ്ങളുമായി സംവദിക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ ജോലിയെല്ലാം കുറച്ച് കഴിഞ്ഞ ശേഷം എടുത്ത ശേഷം ഈവനിങ്ങിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ജോലി നഷ്ടമോ മറ്റുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. സോ ഇറ്റ്സ് ഗുഡ് ഫോർ മീ ആൻഡ് ഗുഡ് ഫോർ യു. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആ സ്ലോട്ട് ബുക്ക് ചെയ്യണം. കാരണം ഒരു ദിവസം നിങ്ങൾക്ക് സമയം തന്നു കഴിഞ്ഞാൽ ആ സമയം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് എ പ്രൈമറി കൺസെപ്റ്റ്. സോ നിങ്ങൾ ഫാമിലി ഇഷ്യൂസ് ഉള്ള ആളുകളാണ് എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് സോൾവ്ഡ് എന്ന അർത്ഥത്തിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും യു ക്യാൻ യൂട്ടിലൈസ് ദി ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ അറ്റ് മഞ്ചേരി നെറുകര കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ്. എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ എനി മാറ്റേഴ്സ് വിത്ത് ചൈൽഡ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എംപ്ലോയി അസിസ്റ്റൻസ്, എംപ്ലോയി ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ബിഹേവിയറൽ കൗൺസിലിംഗ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ്, അതുപോലെ ജോബ് റിലേറ്റഡ് ഇഷ്യൂസ്, എനിത്തിങ് വിച്ച് ക്യാൻ ബി കണക്റ്റഡ് വിത്ത് എ കൗൺസിലിംഗ്, യു ആർ ആൾവേസ് വെൽക്കം ടു അവർ ഓഫീസ്. സോ ഓൺലൈൻ വേണ്ട ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഗിവ് യു എ ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻസ് by using the Google Meet or Zoom, and that also very good option. നമ്മൾ പലപ്പോഴും ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾ യാത്ര ചെയ്ത് വളരെയധികം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ഇവിടെ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. യു ക്യാൻ ബി ആൾവേസ് കണക്റ്റഡ് വിത്ത് ദ ടെക്നോളജീസ്. ദിസ് ഓൾസോ വെരി ഗുഡ് ഓപ്ഷൻ. സോ നമ്മുടെ പല നമ്മുടെ ലീഗൽ വീഡിയോസ് കണ്ട് പല ആളുകളും വളരെ റെഗുലറായിക്കൊണ്ട് നമുക്ക് വിളിക്കുന്നുണ്ട്. നമ്മുടെ ഒരു വീഡിയോ NDPSമായി ബന്ധപ്പെട്ട് NDPS ഡ്രഗ്സ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടും കോടതി നിയമങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. വളരെ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഫാമിലി ഇഷ്യൂസുള്ള ആളുകൾക്ക് നിങ്ങൾക്കൊരു ശ്രമം എന്ന അർത്ഥത്തിൽ നിങ്ങൾക്കൊരു പരിഹാരം കിട്ടുമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അപ്രോച്ച് മീ ആൻഡ് ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ് ടു ഹെൽപ്പ് യു ആൻഡ് സപ്പോർട്ട് യു. ഓക്കെ, താല്പര്യമുള്ള ആളുകൾ വിളിക്കുക, റിസർവ് ചെയ്യുക, സീറ്റ് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യുക. സോ വി വിൽ ട്രൈ ടു മീറ്റ് ഐദർ ഓഫ്ലൈൻ ഓർ ഓൺലൈൻ, ആൻഡ് ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ് ടു സപ്പോർട്ട് യു, ഗൈഡ് യു, and we will try to manage your problem. So see you there and keep in touch. Thank you very much.